നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ കഴിഞ്ഞയാഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തുടരുകയാണ്. 8181 നിഫ്റ്റി എത്തി. ഈ വാരം പൊതുവെ വിപണിക്ക് നഷ്ടമായിരുന്നു. പുറത്തുവന്ന റിസൾട്ടുകൾ ഏറിയ പങ്കും മോശമായിരുന്നു. ചില റിസൾട്ടുകൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എങ്കിൽ തന്നെ പൊതുവെ വിപണിക്ക് ഇത് ഗുണകരമായ സാഹചര്യം ഉണ്ടാക്കിയില്ല. വിപണി ഒരു വിൽപ്പന സമ്മർദ്ദത്തിന്റെ പിടിയിൽ തന്നെ തുടരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പതിവുപോലെ ഹെഡ്ജ് കിരീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രനാണ് ഈ ലക്കവും മാർക്കറ്റ് വാച്ചിൽ ചേരുന്നത്. പ്രേക്ഷകർ ഈ വാരം അയച്ച കത്തുകളും അതിനുശേഷം നമ്മൾ പരിശോധിക്കും. ആദ്യം വിപണിയുടെ പൊതുസ്ഥിതി നമുക്ക് ഒന്ന് നോക്കാം. പ്രത്യേകിച്ചും 8181 നിഫ്റ്റി നിൽക്കുന്നു. വിൽപ്പന സമ്മർദ്ദത്തിന്റെ പിടിയിലായ സാഹചര്യത്തിൽ വീണ്ടും വിപണി താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പൊതുവെ നിക്ഷേപകർ എല്ലാവരും ചോദിക്കുന്നത്. ഇക്കാര്യം ആദ്യം പരിശോധിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ 8181 നിൽക്കുന്നത്. പൊതുവെ ഒരു സെല്ലിംഗ് പ്രഷർ നിൽക്കുന്നു. നിക്ഷേപകർ വലിയ തോതിൽ ആശങ്കയിലുമാണ്. മാർക്കറ്റിലൊരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് നല്ലത്. വീണ്ടും മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിൽ തന്നെയാണ്. വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്നാൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ പുൾ ബാക്ക് റാലി സംഭവിക്കാം. ആ പുൾ ബാക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഏത് സമയത്തും ഒരു പുൾ ബാക്ക് സംഭവിക്കും. പക്ഷേ ഒരു പുൾ ബാക്ക് സംഭവിച്ചാലും അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ട്രിഗേഴ്സ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഗ്ലോബലി ആണെങ്കിലും ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷനൊക്കെ തന്നെ ലാസ്റ്റ് റിസൾട്ട് പോലും ഈ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് തന്നെയാണ് മാർക്കറ്റിനെ വീണ്ടും നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രധാന റീസൺ. അതുപോലെ കുറേയധികം ഗ്രീസ് അങ്ങനെ കുറേയധികം ഇഷ്യൂസ് ഇപ്പോഴും ആശ്രയിച്ച് അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വളരെ നല്ല ചില മെഷേഴ്സ് വരികയാണെങ്കിൽ ആ ഒരു പുൾ ബാക്ക് ചിലപ്പോൾ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ സംഭവിക്കാവുന്ന ഒരു പോസിറ്റീവ് ട്രിഗർ എന്ന് പറയുന്നത്. ആർ ബി ഐയുടെ ഒരു ഇടപെടൽ തന്നെയാണ്. പക്ഷേ അൺസീസൺ ആയിട്ടുള്ള റെയിൻഫോൾ അത് ക്രോപ്പിനെ ബാധിക്കുന്നു, അത് ഇൻഫ്ലേഷൻ കൂട്ടും. മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ് വളരെ മോശമായി. ഇതൊക്കെ തന്നെ ഇൻഫ്ലേഷൻ കൂടാനുള്ള ഒരു സാഹചര്യം. അതുകൊണ്ട് റേറ്റ് കട്ട് വീണ്ടും നീണ്ടുപോകുമോ എന്നുള്ളൊരു ഫിയർ മാർക്കറ്റിൽ നിലനിൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കറക്ഷനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്. എന്നാൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് വളരെ നല്ല ഷേപ്പിലാണ്. എപ്പോഴും പറയുന്ന പോലെ ഗവൺമെൻറ് എഫക്റ്റീവായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ റിസൾട്ട് വരാൻ ഇനിയും എനിക്കൊന്നൊരു 6 to 1 year ടൈം ഫ്രെയിം വേണ്ടി വരും. അപ്പോൾ ഓരോ കറക്ഷനും അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഓരോ കറക്ഷനും വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന്. FI ഇൻവെസ്റ്റ്മെന്റ് ഏപ്രിലിൽ പൊതുവെ കുറവായിരുന്നു. മെയ്യുടെ സ്ഥിതി എന്താകാനാണ് സാധ്യത? അല്ല, FIs ആണ് ഈ ഒരു മാർക്കറ്റിന്റെ ഫോളിന്റെ ഒരു പ്രധാന റീസൺ. FIs തന്നെയാണ്. ഈ വീക്കും FIs 3500 crore സെല്ലിംഗ് സൈഡിലാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു പരിധിവരെ മാർക്കറ്റിനെ വലിയൊരു ഫോളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴൊരു ഓവർ സോൾഡ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു പുൾ ബാക്ക് സംഭവിക്കാം. ആ പുൾ ബാക്ക് സംഭവിച്ചാലും ടെക്നിക്കലി മാർക്കറ്റ് 8300 380 ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കുറവാണ്. ആ പുൾ ബാക്ക് സംഭവിച്ചാലും ഈ ഒരു ലെവൽ വീണ്ടും ഒരു സെല്ലിംഗ് വരാം. അപ്പോൾ ഒരു ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിൽ നമ്മൾ മാർക്കറ്റിനെ കാണുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് വരുമ്പോൾ ഒരു സെല്ലിംഗ് ആയിരിക്കും, സെല്ലിംഗ് സൈഡിൽ നിൽക്കുക. ഒരു ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ മാർക്കറ്റിനെ കാണുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് സംഭവിക്കുമ്പോൾ നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന് വരുന്നത്. ആ രീതിയിൽ മാർക്കറ്റിനെ കാണുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ എപ്പോഴും വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റിന് ചെറിയ 3 to 4% പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെയധികം ഗെയിൻ കിട്ടുന്നുണ്ട്. അതേസമയത്ത് കഴിഞ്ഞ 2 months അല്ലെ 3 months ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരെ സംബന്ധിച്ച് വലിയൊരു ലോസിലാണ് അവർ. വളരെ നല്ല പോർട്ട്ഫോളിയോയിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. പക്ഷേ റിസൾട്ട് പറഞ്ഞ രീതിയിൽ ഒരു ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് അത്ര ബെറ്റർ റിസൾട്ട് അല്ല വന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് കാണുന്നത്. പിന്നെ ജനറലി ആ മൺസൂൺ ഇതൊക്കെ തന്നെ മാർക്കറ്റിന് ചെറിയ ചെറിയ സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിനെ വളരെയധികം എഫക്ട് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ FIs തന്നെയാണ് ഈ മാർക്കറ്റിന് ഇത്രത്തോളം വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് മോഡിലേക്ക് പോകാനുള്ള ഒരു റീസൺ. മാറ്റ് അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഇപ്പോഴും കൺസേൺസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് മാർക്കറ്റിൽ FIസിൻ്റെ ഒരു ബൈങ് FI ഡ്രിവൺ മാർക്കറ്റാണ്. അപ്പോൾ FIs സെല്ലിംഗ് മോഡിലേക്ക് പോയാൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്തു പോകും. FIs ബൈങ് സൈഡിലേക്ക് വന്ന മാർക്കറ്റ് അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ FIസിൻ്റെ വലിയൊരു ഫ്ലോ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് മാർക്കറ്റ് നല്ലത്. പക്ഷേ ചെറിയ ചെറിയ പുൾ ബാക്ക് മാർക്കറ്റിൽ സംഭവിക്കും. ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ 8000 എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു സംശയം 8000 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 8000 മാർക്ക് പോലും ബ്രേക്ക് ചെയ്ത് ഒരു 7800 7700 പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് വിപരീതമായി സംഭവിക്കണമെങ്കിൽ ഗവൺമെൻറ് ലെവൽ എന്തെങ്കിലും അനൗൺസ്മെൻറ്റുകൾ
റേറ്റ് കട്ട് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് വീണ്ടും അപ്പർ സൈഡിലേക്ക് ഒരു 8600 700 വരണമെങ്കിൽ റേറ്റ് കട്ട് പോലെയുള്ള ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള ട്രിഗേഴ്സ് സംഭവിച്ചെങ്കിൽ മാത്രമേ. ജൂണിന് മുമ്പ് ഒരുപക്ഷെ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ജൂണിന് മുമ്പ് വരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജൂൺ ഇനിയും 1 മന്ത് ഉണ്ടല്ലോ. അപ്പോൾ അതിനു മുമ്പ് മാർക്കറ്റിൽ വീണ്ടും ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ്. പിന്നെ പലപ്പോഴും സർപ്രൈസ് RBIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള ചിലപ്പോൾ സെൽ ഓഫ് വരുമ്പോഴായിരിക്കാം അങ്ങനെ ചില പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ വരുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുമ്പോൾ വളരെ നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ശരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ IT സെക്ടർ അഭിലാഷ്, അതുപോലെ തന്നെ ഫാർമ സെക്ടർ എടുക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് ആ സെക്ടർ സംഭവിച്ചു. അതിൽ TCS ആണെങ്കിലും ഇൻഫോസിസ്, വിപ്ര, ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു 50% ബിൽഡ് ചെയ്യാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2450 നിന്ന് ഇൻഫോസിസ് 1930 വരുന്നു. TCSൽ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുന്നു. വിപ്രോ, അപ്പോൾ ഇതൊക്കെ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് ഒരു 20% അടുത്ത് കറക്റ്റ് ചെയ്തു. ഇതൊരു റൈറ്റ് ടൈമാണ്. ഒരു 50% IT സെക്ടറിൽ എക്സ്പോഷർ കൊടുക്കാം. ദെൻ അതുപോലെ തന്നെ ഫാർമ സെക്ടറിലും സൺഫാർമയൊക്കെ തന്നെ വളരെ റീസണബിൾ, വോക്കാർഡൊക്കെ തന്നെ വളരെ റീസണബിൾ കറക്ഷൻ സംഭവിച്ചു. കുറച്ചുകൂടെ കറക്ഷൻ സംഭവിക്കും. പക്ഷേ ഇപ്പോൾ രണ്ട് സെക്ടർ, നമ്മൾ IT, ഫാർമ, നമ്മൾ ഇതിനു മുമ്പ് ഒരു 2 months ബാക്ക് തന്നെ പറഞ്ഞാണ് ITയിലും ഫാർമയിലും വാല്യുവേഷൻ ഹൈ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നു ഒരു 50% ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രണ്ട് സെക്ടറിൽ കറണ്ട് ലെവലിൽ അഡ്വൈസബിൾ ആണ്. ദെൻ അടുത്തൊരു കറക്ഷനോടുകൂടി വീണ്ടും ഇത് ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് സംഭവിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട സെക്ടർ എന്ന് പറയുന്നത് രണ്ട് സെക്ടറാണ്. ഒന്ന് IT ആൻഡ് ഫാർമ, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ ഇപ്പോഴും പോസിറ്റീവാണ്, അതിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഈ 3 സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് പേഷ്യൻസ് വേണം. കാരണം എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് എടുത്ത മെഷേഴ്സൊക്കെ തന്നെ അത് എക്കണോമിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരണമെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പോൾ ഒരു 1 year ടൈം ഫ്രെയിമിനുള്ളിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക്, അല്ലെങ്കിൽ മാർക്കറ്റ് നിഫ്റ്റിയൊക്കെ തന്നെ ഒരു 10,000 മാർക്ക് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 to 15% റിസ്ക് മാത്രമേ മാർക്കറ്റിൽ ഡൗൺ സൈഡ് ഉള്ളൂ. അപ്പർ സൈഡ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് വളരെ നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു കറക്ഷനെയൊക്കെ കാണുന്നതായിരിക്കും നല്ലത്. കാരണം സെൻട്രൽ ഗവൺമെൻറ് വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. ബാക്കി ഗ്ലോബൽ സിറ്റുവേഷനൊന്നും അത്രത്തോളം മോശമല്ല. റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ചില ഇഷ്യൂസാണ് മാർക്കറ്റിനെ ഒരു സെല്ലിംഗ് മോഡിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിലക്കം നിരവധി മെയിലുകളും ലഭിച്ചിട്ടുണ്ട്, അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നിരവധി മെയിലുകൾ ഈ ആഴ്ചയും ലഭിച്ചിട്ടുണ്ട്. ആദ്യം ശ്രീ ബിനോയുടെ മെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് IDFC ആണ്. ഈ സ്റ്റോക്ക് അദ്ദേഹം ഹോൾഡ് ചെയ്യുകയാണ്. IDFC ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ബാങ്കിങ് ലൈസൻസ് കിട്ടി, 1:1 ബോണസ് എന്ന് വെച്ചാൽ ബാങ്കിങ് ഇത് ഈ IDFC ഹോൾഡ് ചെയ്യുന്നവർക്ക് ബാങ്കിൻ്റെ 1:1 എന്നുള്ള റേഷ്യോയിൽ ലഭിക്കും. ഇപ്പോഴത്തെ രീതിയിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് IDFC. അദ്ദേഹം സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ് IDFCയിൽ. ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. രണ്ട് ലെവൽ 155 and 142 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 190 സ്റ്റോക്കിലെ ഒരു റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നൊരു സ്റ്റോക്ക് തന്നെ. അത് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. അതിൻ്റെ ബോണസിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. 1:1 എന്നുള്ള റേഷ്യോയിലാണ് ബാങ്കിങ്ങിൻ്റെ സ്റ്റോക്ക് കിട്ടുന്നത്. അടുത്ത ശ്രീ മനോജ് ജെയിംസിൻ്റെതാണ്. അദ്ദേഹത്തിന് ഒരു 5 lakh ഇൻവെസ്റ്റ്മെൻറ്റാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ഹാവൽസ്, അശോക് ലേലൻഡ്, വണ്ടർല, കെയ്ൻ, ടാറ്റ സ്റ്റീൽ, ICICI ബാങ്ക്, ടെക് മഹീന്ദ്ര, ഏഷ്യൻ പെയിൻറ്റ്സ്, സ്നോമാൻ ലോജിസ്റ്റിക്സ്, പിഡ്ലൈറ്റ്, HPCL, IEFL എന്നാണ്. ഇതിനെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ ഈ പോർട്ട്ഫോളിയോ കുറിച്ചാണ് പ്രധാനമായും ചോദിക്കുന്നത്. പൊതുവെ എല്ലാം നല്ല സ്റ്റോക്കുകൾ, പലവട്ടം നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്ക്. അതെ, ഇത് ഫണ്ടമെന്റലി ഈ സ്റ്റോക്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൻ്റെ സെലക്ഷൻ തന്നെ വളരെ നല്ല സെലക്ഷനാണ്. അത് എല്ലാ സെക്ടറും ഇതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹാവൽസ് 260, 240 ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഈ രണ്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. 310 ആണ്. അദ്ദേഹം ഒരു 5 lakh ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ഫ്രെയിം എനിക്ക് തോന്നുന്നു ഒരു 5 to 6 years ആണെന്ന് തോന്നുന്നു. നല്ലൊരു ടൈം ഫ്രെയിം തന്നെയാണ്. ദെൻ അശോക് ലേലൻഡ് ആണ് 63 and 55 ലെവലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. 63 ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ തന്നെയാണ്. 80 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വണ്ടർല 254, 240 ഫണ്ടമെന്റലി സൗണ്ടാണ്. എപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 310 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കെയ്ൻ ഇപ്പോഴും കുറച്ച് നെഗറ്റീവ് നിലനിൽക്കുന്നു. 200 and 184 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീലാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ചൈനയുടെ സ്ലോ ഡൗൺ ചെറിയ റിക്കവറി സൈൻ കാണുന്നു. അത് മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്.
ലാസ്റ്റ് 2 എപ്പിസോഡായിട്ട് മാർക്കറ്റ് വാച്ചും ടാറ്റ സ്റ്റീൽ റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല റിക്കവറി സ്റ്റോക്കിൽ സംഭവിച്ചു. അഗൈൻ 330 ആൻഡ് 310 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 410 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്കാണ്. റിസൾട്ട് വന്ന സമയത്ത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് സംഭവിച്ചിരുന്നു. എന്നാൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ കണ്ടു. അഗൈൻ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലെ വളരെ നല്ല ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 310 ആൻഡ് 290 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരിക. ഇൻഷുറൻസ് ബില്ല് പാസ്സായതൊക്കെ തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് ബാങ്കിങ് സ്റ്റോക്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. 360 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടെക് മഹീന്ദ്ര ഈ സ്റ്റോക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു IT സെക്ടറിലൊക്കെ തന്നെ ഒരു സെൽ ഓഫ് സംഭവിച്ചു. അതിൻ്റെ റിഫ്ലക്ഷൻ ടെക് മഹീന്ദ്രയിലും കണ്ടു. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ടെക് മഹീന്ദ്ര. 580 ആൻഡ് 530 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. വളരെ സൗണ്ട് ആയിട്ടുള്ള ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു. 680 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഏഷ്യൻ പെയിന്റ്സിലും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിലും സംഭവിച്ചു. അഗൈൻ 720 വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ്. 730 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അടുത്തൊരു കറക്ഷനോടുകൂടി 50% ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ 720 ലെവൽ അഡ്വൈസബിൾ ആണ്. ദെൻ 660 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 840 ആണ് ഏഷ്യൻ പെയിന്റ്സിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ സ്നോമാൻ ലോജിസ്റ്റിക്സ് ആണ്. 80 ആൻഡ് 74 ഈ സെക്ടർ വളരെ ഫെമിലിയർ ആയിട്ടുള്ള അതുപോലെ തന്നെ അടുത്തൊരു അപ്കമിങ് സെക്ടറായിട്ട് പരിഗണിക്കാവുന്ന ഒരു സെക്ടർ തന്നെയാണ് ലോജിസ്റ്റിക്. അതിൽ സ്നോമാൻ ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. രണ്ട് സ്റ്റേജ് ആയിട്ട് 80 ആൻഡ് 74 രണ്ട് ലെവലായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പിഡിലൈറ്റ് ആണ്. വളരെ സൗണ്ട് ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു. വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. 540 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 460 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക, രണ്ട് സ്റ്റേജ് പറയുന്നത് മാർക്കറ്റിൽ കറക്ഷനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പേഷ്യൻസ് വേണമെങ്കിൽ കാണിക്കാം ഇൻവെസ്റ്റ്മെന്റിന്. ദെൻ സെക്കൻഡ് സ്റ്റേജ് തീർച്ചയായിട്ടും അതൊരു ഫെയർ വാല്യൂ അതല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂ ഏരിയയാണ്. ആ ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. ഇതിൽ പിഡിലൈറ്റ് 460 ആണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവൽ തന്നെയാണ്. ആ ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. ദെൻ 620 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ HPCL ആണ്. HPCL വളരെ ഷാർപ്പായിട്ടുള്ള റാലി ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അഗെയിൻ കറക്ഷൻ മോഡിലേക്ക് പോയിരിക്കുകയാണ്. 620 ആൻഡ് 560 രണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ IIFL ഇന്ത്യ ഇൻഫോലൈൻ ആണ്. 165 ആൻഡ് 144 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 210 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതിൽ എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ ഒരു മോഡൽ പോർട്ട്ഫോളിയോ ആയിട്ട് മറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഈ രണ്ട് സ്റ്റേജ് ആയിട്ട് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ മിനിമം ഒരു 1 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കേണ്ടത്. കാരണം ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്കിനുള്ള സാധ്യത വളരെ കുറവാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള സർപ്രൈസ് സംഭവിക്കണം, അതിനുമുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് മാർക്കറ്റിന് നല്ലത്. ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുമ്പോൾ മിനിമം 6 to 1 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക. അതിൽ പരിഗണിക്കാവുന്ന ഈ സ്റ്റോക്കുകൾ തന്നെയാണ്. ഇത് രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം പോയിന്റ് അഗൈൻ ഞാൻ പറയുന്നത് ഷോർട്ട് ടൈം മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അത് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂയോടുകൂടി തന്നെ മാർക്കറ്റിനെ കാണുക. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ വിനീത് കൃഷ്ണന്റെ മെയിലാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളായി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ധനലക്ഷ്മി ബാങ്ക്, DLF, സുസ്ലോൺ, L&T ഫിനാൻസ് ഈ സ്റ്റോക്കിലായിരുന്നു അദ്ദേഹത്തിന് വിപണി വലിയ നേട്ടമുണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിച്ചില്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു പൊതുപരാതിയാണ്. ആ പോർട്ട്ഫോളിയോയിൽ തന്നെ അതിൻ്റെ മറുപടിയുമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ചില സ്റ്റോക്കുകൾ പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ സജഷൻസ് ചോദിക്കുന്നു. ബ്രൂക്സ് ലാബ്, വിടെക്, വണ്ടർല, വെൽസ്പൺ തുടങ്ങി ഒരു നീണ്ട ലിസ്റ്റാണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റോക്ക് സെലക്ഷൻ എനിക്കൊന്ന് കുറച്ച് റോങ് സെലക്ഷൻ ആണ്. എല്ലാം ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ലാത്ത സ്റ്റോക്കാണ്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ഇപ്പോഴത്തെ രീതിയിൽ നൽകാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ IT സെക്ടറാണ്. അതിൽ അദ്ദേഹം TCS, ഇൻഫോസിസ് രണ്ട് സ്റ്റോക്കും IT സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. അതുപോലെ തന്നെ L&T ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആയിട്ടുള്ള വാല്യൂയിലേക്ക് ആ സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സ്റ്റേജ് ആയിട്ട് L&Tയിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അങ്ങനെ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ L&T തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് L&T ഇദ്ദേഹം പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരിക. ദെൻ ഹാവൽസ്
ഞാൻ നേരത്തെ അതിൻ്റെ ലെവൽ പറഞ്ഞു. ഹാവൽസ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ്. NPA കുറച്ച് റിലേറ്റഡ് ഇഷ്യൂസാണ് ഈ സ്റ്റോക്ക് ഇത്ര ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിങ്ങിന് കാരണമായത്. ലോങ് ടേം വ്യൂവിൽ സ്റ്റേറ്റ് ബാങ്ക് ഇല്ലാതെ ഇന്ത്യക്ക് ഒരു ഗ്രോത്ത് ഇല്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. L&T പോലെ തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ദെൻ ICICI ബാങ്ക്, ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഫെയർ വാല്യുവേഷനുള്ള ഒരു ബാങ്കാണ് ICICI ബാങ്ക്. ഇൻവെസ്റ്റ്മെൻറ്റിന് അദ്ദേഹത്തിന് പരിഗണിക്കാം. ദെൻ സൺ ഫാർമ, ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലേക്ക് വന്നിരിക്കുന്നു. സൺ ഫാർമ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. അതുപോലെ തന്നെ വണ്ടർല നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ വോക്കാർഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന, ഇപ്പോഴത്തെ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ വോക്കാർഡിലൊക്കെ തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ അരവിന്ദോ ഫാർമയിലും വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. അതുപോലെ തന്നെ ONGC ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഈവൻ റിലയൻസ് ഇൻഡസ്ട്രീസ് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തതാണ്. 4G ഒക്കെ വരുന്നതോടുകൂടി ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ വലിയ മാറ്റം സംഭവിക്കാം. ഇപ്പോൾ ലാസ്റ്റ് റിസൾട്ട് പോലും റിഫൈനിങ് മാർജിൻ കൂടുന്നു. അപ്പോൾ എപ്പോഴും നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ട് സ്റ്റോക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ബിലോ പാറുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് കമ്പനി മേടിക്കുമ്പോൾ അതിൽ വലിയൊരു റിസ്ക് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന കഴിഞ്ഞ 3-4 വർഷമായിട്ട് അദ്ദേഹത്തിന് റിട്ടേൺ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ പോലും ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ, സുസ്ലോൺ, അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്ക്, ഇങ്ങനെയുള്ള വളരെ മോശം റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട് റൺ സ്റ്റോക്ക് മേടിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഒരു 4% അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 10% പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ സെൽ ഓഫ് ചെയ്യുക, എഗെയിൻ ബൈബാക്ക് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി. എപ്പോഴും മാർക്കറ്റിൽ ലൈവായി നിൽക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് എത്ര ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നാലും അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സ്റ്റോക്കിലൊക്കെ സംഭവിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ L&T എടുക്കുക. 1400 വരെ പോയ L&T 1800 അടുത്തേക്ക് ഒരു 1 മന്ത് ടൈം ഫ്രെയിമിനുള്ളിലാണ് വന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഹാവൽസ് ഒക്കെ തന്നെ 235 ലെവൽ വരെ പോയ ഹാവൽസ് 330ലേക്ക് 1 മന്ത് ടൈം ഫ്രെയിമോടുകൂടി വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിയാണ് സംഭവിച്ചത്. അപ്പോൾ ഫ്രണ്ട് റൺ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ എപ്പോഴും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന സ്റ്റോറി, ഇപ്പോൾ മാരുതി ആണെങ്കിലും ടാറ്റ മോട്ടോഴ്സൊക്കെ തന്നെ വളരെ ഫെയർ വാല്യൂയിലേക്ക് വന്നിരിക്കുകയാണ്, ടാറ്റ സ്റ്റീൽ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കിലായിരിക്കണം നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും മാർക്കറ്റ് വാച്ചർ അഡ്വൈസ് ചെയ്യുന്നത് 4-5 സെക്ടർ സെലക്ട് ചെയ്യുക. ആ സെക്ടറിൽ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ എന്ത് റീസൺ കൊണ്ട് ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് സംഭവിച്ചാലും അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്കും ഈ സ്റ്റോക്കിലും സംഭവിക്കും. നിഫ്റ്റിയുടെ മൂവിനനുസരിച്ച് ഈ സ്റ്റോക്കിലും മൂവ്മെൻറ്റ് സംഭവിക്കും. എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക, ഫ്രണ്ട് റൺ സ്റ്റോക്കിലായിരിക്കണം നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ FIs പോലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തന്നെ പഴയതുപോലെ ഒരു സ്റ്റോറിയല്ല. ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് ഒരു 5-6 വർഷം വയ്ക്കുന്ന ഒരു സിസ്റ്റം അല്ല. എല്ലാം ഒരു 1 മന്തിനുള്ളിൽ തന്നെ 15-20% ഗെയിൻ കിട്ടും. ദെൻ അതേ സ്റ്റോക്ക് തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കും. അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ലൈവായി നിൽക്കുക, ലിവറേജ് ചെയ്യാതിരിക്കുക, ഫണ്ടമെൻ്റലി സൗണ്ടായിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. 2-3 സ്റ്റേജായിട്ട് തന്നെ സെല്ല് ചെയ്യുക. ദെൻ പേഷ്യൻസോടുകൂടി ബാങ്കിലേക്ക് ഫണ്ട് പോവുക. ദെൻ വീണ്ടും അതേ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തൊരു വർഷത്തെ മാർക്കറ്റിൻ്റെ മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 7,600-ഉം 10,300 റേഞ്ചിൽ ഈ വർഷം മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അതിനിടയിൽ തന്നെ എത്രയോ വോളറ്റിലിറ്റി നമുക്ക് സംഭവിക്കും. അപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ നമുക്കറിയാം 8,000 ലെവലിൽ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് സംഭവിച്ച് 9,100 വരെ മൂവ് ചെയ്തു. എഗെയിൻ 8,280 വരെ വന്നു. എഗെയിൻ 8,850 പോയി. എഗെയിൻ വന്നിരിക്കുന്ന കറക്ഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ഈ കറക്ഷൻ കുറച്ചുകൂടെ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാം, 8,000 ലെവലിലേക്ക് പോകാം. എഗെയിൻ 8,600 വരാം. എഗെയിൻ ഈ സ്റ്റോക്ക് 7,700 പോകാം. വീണ്ടും ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക്. അപ്പോൾ നമ്മൾ ഒരു ചാർട്ട് റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വൺ സൈഡ് മാർക്കറ്റിന് റൈഡ് ചെയ്യാൻ സാധിക്കില്ല. FIസും ഇപ്പോൾ അതുപോലെ അവർ പല സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവർ ഹെഡ്ജ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്കിൽ ബൈയിങ് ഉണ്ട്, ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അതേ സ്ട്രാറ്റജിനെ നമ്മളും അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പേഷ്യൻസ് കാണിക്കുക. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നിൽക്കുക. ഇപ്പോൾ ട്രേഡിംഗ് ആംഗിളിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പുൾ ബാക്ക് സംഭവിക്കുമ്പോൾ സെല്ലിംഗ് സൈഡിൽ നിൽക്കുക ട്രേഡിംഗ് ആംഗിളിലാണെങ്കിൽ. ദെൻ അതിന് വീണ്ടും ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ ബൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ട്രേഡിംഗ് ആംഗിളിലാണെങ്കിലും ശരി, അതല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിലാണെങ്കിലും മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പഴയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അല്ല ഇപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറച്ചുകൂടെ കോഷ്യസ് അപ്രോച്ച്, കുറച്ചും കൂടെ നമ്മുടെ അറ്റൻഷൻ സ്റ്റോക്കിലും ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വേണ്ട അവസരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്.
മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ് ജഗ്രീസിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.